മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ഫാറ്റി ലിവറും ക്രോണിക് ലിവർ ഡിസീസിൻ്റെയും ഇപ്പോൾ നിലവിൽ ഏത് രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ്സ് ഉള്ളത്, ഏത് രീതിയിലാണ് ആ ട്രീറ്റ്മെൻറ്റ്സ് നടത്തുന്നത് എന്നുള്ളതിനെ പറ്റിയും എന്താണ് ജീവിതശൈലിയായിട്ട് ഈ ഫാറ്റി ലിവറിനും ക്രോണിക് ലിവർ ഡിസീസിനും ഉള്ള ബന്ധം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കൂടെ ഉള്ളത് ഡോക്ടർ ജോളി തോംസൺ. ഡോക്ടറാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ മെഡിസിനും സർജറിയും ഒഴിവാക്കാൻ പറ്റുന്നത്രയും ശ്രമിക്കുക എന്നുള്ളതാണ് ഡോക്ടറിൻ്റെ ഫോക്കസ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നിലവിൽ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയുന്നത് അതൊരു ഡിസീസായിട്ട് കണക്കിൽ എടുക്കാറില്ല, ജസ്റ്റ് ഒരു ഫൈൻഡിങ് ആയിട്ട് ഇങ്ങനെ പറയും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ എന്താണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ? ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ലിവർ ഡിസീസിന്, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ, അതിൻ്റെ പ്രോഗ്രഷനായിട്ട് വരുന്ന ഫൈബ്രോസിസും സിറോസിസും എല്ലാം ജീവിതശൈലി ക്രമീകരണത്തിനാണ് ഇമ്പോർട്ടൻസ്. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ലിവറാണ് നമ്മളുടെ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നത്, ഫുഡും എനർജിയെ മാനേജ് ചെയ്യുന്നത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെയും നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് ലിവർ. നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം നേരെ ലിവറിലേക്ക് പോകുന്നു. അതിന് വേണ്ട രീതിയിൽ ലിവർ പാകപ്പെടുത്തി വേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ഓൾമോസ്റ്റ് 500 ഐറ്റംസ് ലിവർ വേണ്ട സമയത്തനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബേസിക്കലി ഒരു മരുന്ന് നമുക്കില്ല. ലിവറിന് തുടക്കത്തിലാണേലും ഫാറ്റി ലിവറിലാണേലും എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിനാണേലും ഡയറക്റ്റ് ക്ലിയർ ചെയ്യാനുള്ള ഒരു മരുന്നില്ല. പിന്നെ ഇപ്പം വൈറൽ ഇൻഫെക്ഷനൊക്കെ എന്തെങ്കിലും വന്നിട്ടാണ് ചിലതിന് ആൻറ്റിവൈറലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്ര ഇഫക്റ്റീവായി ഇപ്പം ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഇതിനൊന്നും ഇഫക്റ്റീവ് ആൻറ്റിവൈറൽ മെഡിക്കേഷൻ ഒന്നുമില്ല. അത് ലോങ് ടൈം കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് തന്നെ വരും. പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മൾ ഈ നോൺ ആൽക്കഹോളിക്, നമുക്കറിയാം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം അത് ആൽക്കഹോൾ കൊണ്ടാണെന്ന്. അതുപോലെ ആൽക്കഹോൾ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഈ അന്നജം, അരി, ഗോതമ്പ്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ഫ്രൂട്ട്സിനകത്താണേലും അരിയും ഗോതമ്പിലും എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് എക്സസ് ആകുന്നതും അതുപോലെ കൊഴുപ്പ് എക്സസ് ആകുന്നതും. ഈ കൊഴുപ്പിൽ തന്നെ നമ്മൾ ഈ നട്ട്സൊക്കെ കഴിക്കുമല്ലോ. അപ്പം നമ്മൾ എല്ലാവർക്കും ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ഓയിൽ സീഡ്സും ഓയിലും നട്ടും ഒക്കെ നമുക്ക് വളരെ ഫ്രീലി അവൈലബിൾ ആണ്. അതപ്പം വെരി ടേസ്റ്റിയാണ്, നമ്മൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും. അപ്പം ഈ ഫാറ്റ് എല്ലാം കൂടെ നമ്മളുടെ ലിവറിലേക്ക് പോകും. ഈ ഫാറ്റ് തന്നെ എന്തുതരം ഫാറ്റ് എന്നനുസരിച്ചും കൂടെ ആയിരിക്കും നമ്മളുടെ ലിവറിൻ്റെ ഡാമേജ് വരുന്നത്. അതായത് നമ്മൾ omega-3 ഫാറ്റ് ഉണ്ട്, omega-6 ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ ട്രാൻസ് ഫാറ്റും കൂടുതലായിരിക്കും, നമ്മുടെ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാൽ കൂടുതൽ ഡാമേജിങ് ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനേറ്റഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്. നാച്ചുറൽ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ ഈ തേങ്ങയിലൊക്കെ ഉള്ള അത്രയും ദോഷം ചെയ്യില്ല, കാരണം അതിനെ ബോഡിക്ക് ഈസി ആയിട്ട് എനർജി ആയിട്ട് മാറ്റാം. പക്ഷേ ഈ ഹൈഡ്രജനേറ്റഡ്, നമ്മൾ ഡാൽഡ പോലെയുള്ള ഇങ്ങനെ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ബേക്ക്ഡ് ഐറ്റംസിനൊക്കെ ഉപയോഗിക്കുന്നതിന് അത് നമ്മുടെ ബോഡിക്ക് പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു ഡാമേജ് വരുത്തുന്ന കാര്യം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, നമ്മൾ ഈ ഷുഗറും അതുപോലെ ഈ ഫ്രക്ടോസ് സിറപ്പൊക്കെ യൂസ് ചെയ്ത് മധുരം കൂടുതൽ വരുന്നതും, പിന്നെ ഇവൻ ചോറ് പോലെയുള്ള സാധനങ്ങൾ കൂടുതൽ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളെ ഡാമേജിങ് ആണ്. അപ്പം അതൊഴിവാക്കുക. ഒപ്പം തന്നെ പിന്നെ കൂടുതൽ ഡാമേജ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നാണ്. നമ്മൾ കഴിക്കുന്ന മരുന്നെല്ലാം ലിവറിലേക്കാണല്ലോ പോകുന്നത്. അപ്പം ലിവർ വേണം അതിനെല്ലാം ഡീറ്റോക്സിഫൈ ചെയ്യാൻ. അപ്പം അതിൻ്റെ സ്ട്രെസ്സും ലിവറിന് വരും. അപ്പം നമ്മൾ കഴിക്കുന്ന എക്സസ് ഫുഡ് കഴിക്കുക, അത് കഴിച്ചിട്ട് ഡയബറ്റീസ്, ഷുഗർ കൂടി കഴിയുമ്പോൾ നമ്മൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുന്ന, ട്രൈഗ്ലിസറൈഡ് കൂടുന്നത് നമ്മുടെ ഫുഡ് ഫാറ്റ് കൂടുന്നതുകൊണ്ടാണ്. അപ്പം അതിന് എന്നിട്ട് നമ്മൾ മരുന്നും കൂടെ കഴിക്കും. അപ്പം ആവശ്യത്തിൽ കൂടുതൽ ഫുഡും കഴിക്കും, അത് കഴിഞ്ഞിട്ട് അതിനെ കോമ്പാക്ട് ചെയ്യാനായിട്ട് നമ്മൾ മരുന്നും കൂടെ കഴിക്കും. ഇതെല്ലാം കൂടെ നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യിപ്പിക്കുന്നു. പല ഫാറ്റി ലിവറും ലിവർ ഡിസീസൊക്കെ ഉള്ള രോഗികൾ, അവരുടെ മനസ്സിൽ അവർ ഈ ഫാറ്റി ലിവറിനും ലിവർ ഡിസീസിനൊക്കെ മരുന്ന് കഴിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം പല ഗുളികകളും ടോണിക്കും അങ്ങനെ പലതും
കൊണ്ട് അവരൊക്കെ വിശ്വസിക്കുന്നത് അവർ ഇതിനു വേണ്ടി കഴിക്കുന്ന ഈ ഫാറ്റി ലിവറിനും ലിവർ ഡിസീസിനും കഴിക്കുന്ന എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ അവരെന്താ അറിയേണ്ടത്? ആയുർവേദത്തിലെ മരുന്നുകൾ എങ്ങനെ ബെനിഫിറ്റ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. നമുക്ക് ട്രഡീഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് കിഴാനെല്ലിയൊക്കെ പോലെയുള്ളത് ലിവറിന് നല്ലതാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു ഒപ്പീനിയൻ പറയാൻ എനിക്കറിയില്ല. മോഡേൺ മെഡിസിനിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബൈൽ സോൾട്ടാണ്. ബൈൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന സെക്രീഷൻ ഉണ്ടല്ലോ, ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട്, അതിൻ്റെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കും. അത് തന്നെ ടാബ്ലറ്റ് ഫോമിലും ഉണ്ട്, ഡിയോക്സിക്കോളിൻ എന്നൊക്കെ പറഞ്ഞ്. മോഡേൺ മെഡിസിൻ ആയിട്ട് വരുമ്പോൾ അത് ടാബ്ലറ്റ് ഫോമിലാക്കിയതുണ്ട്. അല്ലാതെ ഈ വോക്സ് ബൈൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ നാച്ചുറോപ്പതി അങ്ങനത്തേത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഓക്സ് ബൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പശു കാള അങ്ങനത്തെ ഇതിൻ്റെ ഇതിനകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതും ഉണ്ട്, ടാബ്ലറ്റ് ഫോമിൽ കിട്ടുന്നത്. ഇതാണ് നമുക്ക് സാധാരണ കൊടുക്കാവുന്ന ഏക മരുന്നായിട്ടുള്ളത്. അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബൈൽ സോൾട്ട് നമ്മുടെ ലിവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലി അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിവറിന് അത്രയും വർക്ക് ലോഡ് കുറഞ്ഞ് കിട്ടുമല്ലോ. അതാണ് സിമ്പിൾ ലോജിക്ക് അതിനകത്ത്. ഇപ്പം നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ഇല്ലാതെ വരുമ്പോൾ തൈറോക്സിൻ സപ്ലിമെൻ്റ് ചെയ്യുന്ന പോലെ ലിവറിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ കുറവാണ്. പക്ഷെ ബാക്കി ഇപ്പം ആൽബുമിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് സാധാരണ കൊടുക്കാൻ പറ്റില്ല. എൻഡ് സ്റ്റേജിൽ അതാണ് ലിവർ ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഇത് ആൽബുമിനാണ്. അപ്പോൾ ആൽബുമിൻ ട്രിപ്പായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വെരി എക്സ്പെൻസീവ് ആണ്. ഒരു ഇഞ്ചക്ഷൻ തന്നെ ഒരു ട്രിപ്പ് ഒരു 50 ml. സോ സ്മോൾ ക്വാണ്ടിറ്റിക്ക് തന്നെ ഒരു 5000 റുപ്പീസൊക്കെ അത് ഓരോ കാലത്തൊക്കെ ഇത്ര ചേഞ്ച് വരുന്നുണ്ടാവും. എന്നാലും അത്ര കോസ്റ്റ്ലിയാണ്. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഈ എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് ഒക്കെ പേഷ്യൻസിന് കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട് കുറച്ച് ദിവസത്തേക്ക്. അതിൻ്റെ ഇഫക്റ്റ് തീർന്നു കഴിയുമ്പോഴേക്കും വീണ്ടും ട്രിപ്പ് ഇടേണ്ടി വരും. പിന്നെ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് നമ്മുടെ ബ്ലഡിൽ നിന്ന് ആ പ്ലാസ്മ മാത്രമായിട്ട്, അതിനകത്ത് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഫാറ്റി ലിവർ സ്റ്റേജിൽ ആകെ ഈ ബൈൽ സപ്ലിമെൻറ്റ്സ് ആണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. എൻഡ് സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ ആൽബുമിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാസ്മ ഉപയോഗിക്കാം, ബ്ലീഡിങ് ഉള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. അതുകൂടാതെ ഇപ്പോൾ ഒരു പുതിയ മെഡിസിൻ, ആക്ച്വലി ഇന്ത്യയിൽ അത് അപ്രൂവ്ഡ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാസ്റ്റ് ട്രാക്കായിട്ട് FDA അപ്രൂവ് ചെയ്ത് അമേരിക്കയിൽ കൊടുക്കുന്ന ഒരു പുതിയ മെഡിസിൻ ഉണ്ട്. അതിനും എൻഡ് സ്റ്റേജിനോ സിവിയർ ഫാറ്റ് ഡിസീസ് ലിവർ ഡിസീസിനൊന്നും അത് കൊടുക്കാൻ പറയുന്നില്ല. ഓൺലി ഇൻ ദി ഏർലി സ്റ്റേജ് ലിവർ ഡിസീസ്, ഫാറ്റി ലിവർ 1 or 2 കൊടുക്കാം. പക്ഷെ അതിന് ഈ മരുന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് ലിവർ ടോക്സിസിറ്റിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മരുന്ന് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുണ്ട്. ശരിക്കും അതൊരു തൈറോയിഡ് റിസപ്റ്റർ അഗനിസ്റ്റ് ആണ്. ഈ തൈറോയ്ഡ് ഹോർമോണിനെ പോലെ തൈറോയ്ഡ് റിസപ്റ്ററിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യണം. അത് ഏത് രീതിയിലാണ്, നമ്മളെ തൈറോയ്ഡ് ഹോർമോൺ ആണല്ലോ ഈ സ്റ്റിമുലേറ്റ്, ആ ഒരു അഗ്നിസ്റ്റ്. അത് ശരിക്കും അത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവലിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ബട്ട് അത് ഫാറ്റി ലിവറിന് വേണ്ടിയിട്ട് ഇപ്പം അപ്രൂവ് ചെയ്തിരിക്കുന്നു, ഫാസ്റ്റ് ട്രാക്കിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നു. അതായത് ഫാസ്റ്റ് ട്രാക്കിൽ അപ്രൂവ് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ക്ലിയർലി സ്റ്റഡി ചെയ്തിട്ടില്ല. വേറെ മരുന്നില്ലാത്ത രോഗങ്ങൾക്ക് മരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളതിന് ഏതെങ്കിലും പുതിയ ഡെവലപ്പ് വന്നാൽ അതിന് ഫാസ്റ്റ് ട്രാക്ക് അപ്രൂവൽ കൊടുക്കുക എന്നുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റും ലിവർ ടോക്സിസിറ്റിയാണ്. അപ്പോൾ അതും സിവിയർ ഡിസീസ് ഉള്ളവർക്ക് അത് പറ്റുകയില്ല. അപ്പം ലൈറ്റായിട്ട് ഡിസീസ് ഉള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ ആ മെഡിസിന് തന്നെ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല ശരിക്കും നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു മരുന്നില്ലാത്ത ഒരു അസുഖമാണെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സാങ്ഷൻ പോലെയാണ് അവർ ഈ ചെയ്യുന്നത്. വേറൊരു മരുന്നും ഇല്ല അതിന്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ശ്രമിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ഫാസ്റ്റ് ട്രാക്കിംഗ് നടത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഫാറ്റി ലിവറിന് ശരിക്കും വേറെ മരുന്നില്ല എന്ന് ആണ് അംഗീകരിക്കുന്നത്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെയും ഈ ഫാറ്റി ലിവറിന് ട്രീറ്റ്മെൻറ്റിന് ഇങ്ങനെ ആശുപത്രികളിൽ ചെല്ലുന്നത് എന്ത് മനസ്സിലാക്കിയാണ്?
മനുഷ്യര് കോമൺ മാൻ സാധാരണ എല്ലാവരും ഈവൻ ഡോക്ടേഴ്സ് ഇപ്പൊ ഡോക്ടേഴ്സിന് പോലും അവരവരുടെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് അറിയത്തുള്ളൂ. ഇപ്പം ഒരു കാർഡിയോളജിസ്റ്റിന് ലിവറിന്റെ കാര്യം അറിയത്തില്ല. കാർഡിയോളജിസ്റ്റിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ നേരെ ഫ്രണ്ട്സും കൊളീഗ്സും ഉണ്ടാവും, ഹെപ്പറ്റോളജിസ്റ്റ് ഉണ്ടാവും, നേരെ ഹെപ്പറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോകും. അപ്പൊ അവരും ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ ഹെപ്പറ്റോളജിസ്റ്റിന് അല്ലെ ലിവറിന്റെ സ്പെഷ്യലിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ കയ്യിലുള്ള സാധനങ്ങളല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം നമ്മള് ഒരു ഫോർ എക്സാമ്പിൾ ഒരു വെരി റിച്ച് മാൻ ഒരു ഹെപ്പറ്റോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുകയാണ്. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട്. എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെപ്പറ്റോളജിസ്റ്റ് എല്ലാം സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് മരുന്നായിട്ട് കൊടുക്കാൻ എന്താ ഉള്ളത്? നമുക്ക് ഇപ്പൊ അമേരിക്കയിൽ പുതിയ മരുന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇല്ല. അവൻ നാച്ചുറലി പുതിയ മരുന്നാകുമ്പോൾ വെരി കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ അയാൾക്കത് അഫോർഡ് ചെയ്യാം. അപ്പം അദ്ദേഹം അറിയുന്നില്ല ഇതിന്റെ സൈഡ് ഇഫക്റ്റ് എന്താണെന്നും. ആ പുതിയ മരുന്നാണ്, വില കൂടിയ മരുന്നാകുമ്പോൾ എല്ലാവരുടെയും വിചാരം ആ മരുന്നിന് വലിയ സൈഡ് ഇഫക്റ്റ് വില കൂടിയതാണല്ലോ, അപ്പൊ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പം പൈസ അഫോർഡ് ചെയ്യാൻ പറ്റും, അത് മേടിച്ച് കഴിക്കാൻ നോക്കും. ആ ആ ഒരു ട്രെൻഡാണ് എല്ലാത്തിനും. പിന്നെ സാധാരണ മനുഷ്യരെല്ലാം തിങ്ക് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ ഒത്തിരി പുരോഗമിച്ചു, അതുകൊണ്ട് എല്ലാത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈഫ് സ്റ്റൈൽ ഒന്നും നോക്കുവോ അതിനൊന്നും വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് പൈസ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പണക്കാരായിട്ടുള്ളവർ നന്നായിട്ട് കുറച്ച് ഇതുണ്ട്. ഈവൻ കോമൺ മാൻ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. പക്ഷെ ലിവറിന്റെ കാര്യത്തിൽ നമ്മൾ ഇൻഷുറൻസ് കൊണ്ടൊന്നും നമുക്ക് കാര്യമായിട്ട് ബെനിഫിറ്റ് ഇല്ല എന്ന് ഓർക്കണം. കാരണം എൻ്റെ സ്റ്റേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ചെയ്യാവുന്ന ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് വെരി റിസ്കി പ്രൊസീജിയറാണ്. കാരണം ലിവറിനെ തന്നെ മാറ്റി കിഡ്നിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കിഡ്നിയെ മാറ്റുകയല്ല, അതിൻ്റെ കൂടെ വേറൊരു കിഡ്നി, തേർഡ് കിഡ്നി നമ്മൾ പെൽവിസ് നമ്മുടെ താഴെ കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യുന്നൊന്നേ മാത്രമേ ഉള്ളൂ. ലിവറിന്റെ കാര്യത്തിൽ അങ്ങനെ കൊണ്ട് വെക്കാൻ പറ്റില്ല. ഉള്ള ലിവറിനെ എടുത്ത് കളഞ്ഞേച്ചിട്ട് വേണം വെക്കാനായിട്ട്. കിഡ്നിയുടെ കാര്യത്തിൽ ഫെയിൽ ചെയ്താലും നമുക്ക് ഡയാലിസിസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അവിടെയും പേടിക്കണ്ട. അപ്പം ഈവൻ സർജറി ഫെയിൽ ചെയ്താലും പേടിക്കേണ്ട കാര്യമില്ല എന്ന്, കാരണം ഡയാലിസിസ് ചെയ്യാമല്ലോ. പക്ഷെ ലിവറിന്റെ കാര്യത്തിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലിവർ ഇല്ല, ഡയാലിസിസ് പോലെയുള്ള ഒരു പ്രൊസീജിയർ നടക്കുകയല്ല. ലിവർ സക്സസ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലിയറിലേക്ക് പോയാൽ ഡെത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ സക്സസ് ആയാൽ തന്നെ അതും ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. ബിക്കോസ് നമ്മുടെ ജീവിതകാലം മുഴുവൻ വെരി ഹെവി ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻസ് കഴിക്കണം. ഈവൻ ലിവറിന് വേണ്ടി കിഡ്നിക്ക് വേണ്ടിയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വേണം. കാരണം ലിവറിൽ അത്രയധികം പ്രോട്ടീൻസും അത്ര ജനറ്റിക് എക്സ്പ്രഷൻ കൂടുതലാണ്. അപ്പം അതിനെ റിജക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടി വരും. അപ്പം അതിൻ്റെതായ സൈഡ് ഇഫക്റ്റ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫെക്ഷൻസ്, ഈവൻ ക്യാൻസർ. അപ്പോൾ കാരണം ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസും കൂടെ കയറി വരാം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിവറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ലിവർ ഒരു കംപ്ലൈൻറ്റും പറയാത്ത ഓർഗനാണ്. എത്ര ഇത് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ക്ഷീണം മാത്രമായിരിക്കും. ലിവർ ഡിസീസിന് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആകെ ഒരു ക്ഷീണം മാത്രമായിരിക്കും ഉണ്ടാകുക ആദ്യത്തെ സ്റ്റേജിലൊക്കെ. അങ്ങേയറ്റം എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ബ്ലഡ് ഛർദ്ദിക്കാനോ അല്ലെ ബ്ലീഡിങ് പ്രശ്നങ്ങൾ വരാനും, അല്ലെങ്കിൽ ഇപ്പം ചിലർക്ക് നല്ല ഒബേസിറ്റി ഉള്ളവർക്ക് ആകെ ഒരു അപ്പർ അബ്ഡോമൻ്റെ അവിടെ, അതായത് വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ഒരു വേദന വരാം. പിന്നെ വയറിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കും, ഗ്യാസ് കെട്ടുന്ന പോലെ, ഡൈജഷൻ ശരിയാകുന്നില്ല എന്ന് തോന്നൽ, ക്ഷീണം, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ലിവർ. അതൊക്കെ നമ്മൾ അതങ്ങനെ അങ്ങ് കുഴപ്പമില്ല, അത് ഭക്ഷണത്തിൻ്റെ ആയിരിക്കും, ഗ്യാസാണ്, അങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് പോകും. അങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്യാതെ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് സ്കാൻ ചെയ്ത് നോക്കുക. ലിവർ എൻസൈംസ് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. എൻസൈംസ് കൂടിയിട്ടുണ്ടെങ്കിൽ മോർ ഡേഞ്ചറാണ് ഫാറ്റി ലിവർ. അതിനൊപ്പം എൻസൈംസും കൂടി കൂടിയിരിക്കുകയാണ്, SGOT SGPT ഒക്കെ കൂടിയിരിക്കുകയാണെങ്കിലും അതും ഡേഞ്ചറാന്ന് ഓർക്കണം. പിന്നെ എൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും SGOT SGPT കൂടണമെന്നുമില്ല. കാരണം ഹെപ്പറ്റിക് സെൽസ്, ഇൻഫ്ലംഡ് ഹെപ്പറ്റിക് സെൽസിൽ നിന്ന് പുറത്തു വരുന്ന ഇതാണ് ഈ SGPT SGOT ഒക്കെ, ആ എൻസൈംസ്. അതിൻ്റെ ലിവർ സെല്ല് കുറയുന്നതോടുകൂടി അതും തീരെ കുറഞ്ഞു പോകും. അപ്പം എൻഡ് സ്റ്റേജ് ആണെങ്കിൽ അത് പറയുകയില്ല. അപ്പം നമ്മൾ നേരത്തെ അവിടെ ഒന്നും എത്തിക്കാതെ ഇരിക്കുക. നമുക്കിത് ടോട്ടലി പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള അസുഖമാണെന്ന് മനസ്സിലാക്കുക. പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം.
നേരത്തെ കണ്ടുപിടിക്കുക, അത് റിവേർട്ട് ചെയ്യാൻ നോക്കുക. അത്രയും മാത്രം മതി ശരിക്കും. അപ്പോൾ അതിൻ്റെ അവയർനെസ് എല്ലാവരിലേക്കും ഉണ്ടാകുക. അതിൽ നമ്മൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റേജ് വരെ വെച്ചുകൊണ്ടിരുന്ന് ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ടും നീര് കെട്ടിയിട്ടും അല്ല നമ്മൾ ലിവർ ഡിസീസ് ട്രീറ്റ് ചെയ്യേണ്ടത്. നേരത്തെ കണ്ടുപിടിക്കുക, അതനുസരിച്ച് നമ്മൾ കറക്ഷൻ ചെയ്യുക. ശരിക്കും ഈ സ്റ്റാറ്റിൻസും അതുപോലെ തന്നെ ഡയബറ്റീസ് മെഡിക്കേഷൻസും ഇൻസുലിൻ സെൻസിറ്റൈസിങ് മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വിചാരം ആ മെഡിസിൻസ് ശരിക്കും അവരുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ്. അതേസമയം അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇപ്പോൾ ഒരു കൊളസ്ട്രോൾ ഇല്ലാതെ അതേപോലെ തന്നെ ഡയബറ്റീസും ഇല്ലാത്ത ഒരാൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആരോഗ്യം, ലിവറിൻ്റെ ആരോഗ്യം നന്നാവുമോ? ഡയബറ്റീസും ഇല്ലാതെ മരുന്ന് കഴിക്കണം. അല്ല, ഈ ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും കൊളസ്ട്രോൾ ഇല്ല, അയാൾക്ക് ഷുഗറിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ അയാൾക്ക് ലിവറിൻ്റെ ഫാറ്റി ലിവർ മാത്രമേ ഉള്ളൂ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാറ്റിൻസും അതുപോലെ ഈ ആൻറ്റി ഡയബറ്റിക് മെഡിക്കേഷൻസ് കൊണ്ട് ഗുണമുണ്ടാവുമോ? ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഇൻസുലിൻ സെൻസിറ്റൈസർ, മെറ്റ്ഫോമിൻ പോലെയുള്ള മരുന്നും സ്റ്റാറ്റിനും ആയിരിക്കും. അപ്പം ബേസിക്കലി ഈ ലിവറിൻ്റെ പ്രോബ്ലം ഉള്ളപ്പം നമ്മൾ സ്റ്റാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ റിപ്പയർ വർക്കിനും നമ്മുടെ ഒരു സെല്ലുലാർ ലെവലിൽ ഇതൊരു സ്കെലിറ്റൻ പോലെ വർക്ക് ചെയ്യുന്ന വേണ്ട ഒരു സാധനമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. നമ്മൾ പ്ലാന്റിലൊക്കെ സെല്ലുലോസ് ഉണ്ട്. പ്ലാന്റ് സെല്ലുകൾക്ക് ഷേപ്പ് കൊടുക്കുന്ന സെല്ലുലോസാണ്. അപ്പം ആനിമൽസിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണാറുണ്ട് കൊളസ്ട്രോൾ ഫ്രീ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ. ഒരു പ്ലാന്റിലും കൊളസ്ട്രോൾ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഓൺലി ആനിമൽ പ്രോഡക്ട്സിലാണ് കൊളസ്ട്രോൾ വരുന്നത്. ഇപ്പോൾ ഗീലുണ്ടാകും, പക്ഷെ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ടാകില്ല. ഗീലുണ്ടാകുന്നത് ആനിമൽ പ്രോഡക്റ്റാണ്. അതുപോലെ ഈ ആനിമൽ ഫാറ്റിലും അതുപോലെ ആനിമൽ മീറ്റിലും അങ്ങനത്തേലും എഗ്ഗിലൊക്കെ നന്നായിട്ട് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം ഈ കൊളസ്ട്രോൾ നമ്മളൊരു എസെൻഷ്യൽ വേണ്ട സാധനമാണ്. എസെൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം എസെൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതന്നെയാണ്. നമ്മളുടെ ജസ്റ്റ് ഫാറ്റിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ലിവറാണ്. കാരണം ലിവറാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇപ്പം നമ്മുടെ കൊളസ്ട്രോള് നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെങ്കിൽ വേണം. സെക്സ് ഹോർമോൺസ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. പിന്നെ മിനറലോകോർട്ടിക്കോയിഡ്, സ്റ്റീറോയിഡ്സ്, ഇതൊക്കെ സ്റ്റീറോയിഡ് ഹോർമോൺസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് കൊളസ്ട്രോൾ വേണം. അപ്പം അങ്ങനെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഈ കൊളസ്ട്രോളിനെ ഏറ്റവും ഉണ്ടാക്കി കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ലിവറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിവറിൽ നിന്ന് അത് മറ്റേ ഓർഗനിലേക്ക് കൊണ്ടുപോകുന്ന ഇതാണ് LDL എന്ന് പറയുന്നത്. LDL വെച്ചുകൊണ്ടാണ് നമ്മളിതെല്ലാം എല്ലായിടത്തോട്ടും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫാറ്റാണേലും കൊണ്ടുപോകാനുള്ള ഇതാണ്. അപ്പം അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ലിവർ ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് നമ്മൾ കൊളസ്ട്രോളിൻ്റെ നമ്മൾ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിൻസ് ഉപയോഗിക്കുന്നത് അത് ലിവറിൻ്റെ സ്ട്രെയിൻ വർദ്ധിപ്പിക്കും. അപ്പം ഇപ്പം പല യൂറോപ്യൻ ഇവിടെ നമുക്ക് മിക്കവാറും പ്രിസ്ക്രിപ്ഷൻ മെഡിസിനും അങ്ങനെ തമ്മിലുള്ള വലിയ ഡിഫറൻസിയേഷൻ ഇല്ല. യൂഷ്വലി കൊളസ്ട്രോളൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിനാണ്, എന്നാലും നേരെ കിട്ടുമല്ലോ. ഇവിടെ ആണെങ്കിലും കിട്ടും. മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ വേണ്ട, അത് പോയി കടയിൽ പോയി മേടിക്കണമെങ്കിൽ. അപ്പം പക്ഷെ അവരുടെയൊക്കെ പല രാജ്യങ്ങളിലും ഇതിന് വാണിംഗ് കൊടുക്കുന്നുണ്ട്. ലിവർ പ്രോബ്ലം ഉള്ളവർ ഇത് കഴിക്കുന്നത് സൂക്ഷിക്കണമെന്ന്. ശരിക്കും ഒരു മരുന്ന് നമ്മൾ ലിവറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ശരിക്കും ലിവറിനെ സേഫ് ഗാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം മരുന്നുകൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു മുറിവുണ്ടായാൽ അണുബാധ ഉണ്ടാകാതിരിക്കാൻ ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മളൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള അത്യാവശ്യ സിറ്റുവേഷനുകളിലാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത്. അല്ലാതെ ജീവിതശൈലി രോഗങ്ങൾക്ക് എല്ലാ ദിവസവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാമല്ലോ എത്ര വർഷങ്ങളായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 100 years ആയി ഇപ്പം നമ്മൾ ഈ മോഡേൺ മെഡിസിൻ, ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും അതിൻ്റെ ഗ്രോത്തും ടു മെനി മെഡിസിൻസ് വരാൻ തുടങ്ങിയത് ലാസ്റ്റ് 100 years ആണ്. പ്രത്യേകിച്ച് ലാസ്റ്റ് 75 to 50 years ആണ് ഇത് ഏറ്റവും കൂടുതൽ. അതിനകത്ത് പ്രൂവ്ഡാണ് നമ്മൾ ഈ മരുന്നുകൾ. നമ്മൾ ഡയബറ്റീസ് ആർക്കെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് മാറിയിട്ടുണ്ടോ? ഇന്നേ വരെ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് മെറ്റ്ഫോമിൻ കഴിച്ചോ ഒന്നും ആരുടെയും മാറുന്നില്ലല്ലോ. ആർക്കെങ്കിലും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതവർ ഡയറ്റും കൂടെ നോക്കിയിട്ടാണ്.
ഡയറ്റും എക്സസൈസിൻ്റെ കൂടെ ഒരു സപ്ലിമെൻ്റ് ആയിട്ടൊക്കെയാണ് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ 4 നേരം ഇൻസുലിൻ എടുത്തോണ്ടും ഡയറ്റ് നോക്കിയിട്ടില്ലെങ്കിൽ അവരുടെ ഷുഗർ കൂടി തന്നെയായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ കാണാറുണ്ട് പല പേഷ്യൻസും 3ഉം 4ഉം ഡയബറ്റീസിന് മരുന്നുണ്ട്, എല്ലാ മരുന്നും കഴിക്കുന്നുണ്ടാവും. ഷുഗർ 300 400ഉം HbA1c ഒക്കെ ചിലപ്പോൾ 13ഉം 14ഉം ആയിട്ട് നടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ മരുന്ന് കൊണ്ടല്ല ഇതൊക്കെ മാറ്റേണ്ടത്. ഇത് ശരിക്കും നമ്മൾ എക്സസ് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചുകൊണ്ടല്ലേ ഷുഗർ കൂടുന്നത്. ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഒക്കെ കൂടുതൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫാറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയോ ചെയ്യുന്നതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ലിവർ പ്രോബ്ലംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ പലപ്പോഴും അവരുടെ ഉറക്കം പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ശരിക്കും അവർക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് അനുഭവിക്കാറുണ്ട്. ശരിക്കും ഈ സ്ട്രെസ്സും ഈ ഉറക്കക്കുറവും അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നത് ലിവർ പ്രോബ്ലം കൊണ്ട് ആണോ, അല്ലെങ്കിൽ നേരെ തിരിച്ചാണോ? ഈ പ്രോബ്ലംസ് കാരണമാണോ ലിവറിന് എഫക്റ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഇപ്പം സൈക്യാട്രിക് മെഡിസിൻ ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും എന്തെങ്കിലും ആൻറ്റിസൈക്കോട്ടിക് മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത്. സൈക്കോട്ടിക് മെഡിസിൻസ് വീണ്ടും നമ്മുടെ ഫാറ്റി ലിവറും ലിവർ പ്രോബ്ലംസും കൂട്ടുമായിരിക്കും. എല്ലാ മെഡിസിനും കൂട്ടുന്ന പോലെ ഇത് എക്സ്ട്രാ ഇഫക്റ്റ് ഉണ്ട്. കാരണം ഇതെപ്പോഴും മിക്കവാറും ഈ ആൻറ്റി ഡിപ്രസൻ്റ് ഒക്കെ, ആൻറ്റി ഡിപ്രസൻ്റ് അല്ല, അല്ലാത്ത ഒരു ആങ്സൈറ്റി, ഇതൊക്കെ ഒരു മനുഷ്യ ഡള്ള് ചെയ്യിപ്പിക്കുന്ന ഒരു മെഡിസിൻ ആയിരിക്കും. അപ്പോൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ചുകൊണ്ട് വരുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോബ്ലം ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഈ ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് ഉറക്കക്കുറവും ബുദ്ധിമുട്ടും പറയുന്നത് എല്ലാവരും ഒരു 3-4 ഗുളികയും കഴിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വയറിന് സ്ട്രെയിനാണ്, ലിവറിന് സ്ട്രെയിനാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഉറക്കം കിട്ടാനാ പ്രോപ്പർ? അപ്പോൾ അന്നേരം നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഹിപ്നോട്ടിക്സ് ഗ്രൂപ്പിലുള്ള ഉറക്കത്തിന് ഗുളികയും കൂടെ കഴിച്ച് കിടക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഈ മരുന്നും കഴിച്ച് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ബോഡി അതെല്ലാം കൂടെ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നു. ലിവറാണ്, വയറ് അതിനെ അബ്സോർബ് ചെയ്യണം, ലിവറിൽ കൊണ്ടുപോയി ലിവറിന് അപ്പോഴും ഒരു റെസ്റ്റ് ഇല്ല. നമ്മൾ ഉറങ്ങുന്ന നേരമാണ് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ പറയുമല്ലോ, ഉറക്കം നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു 2 hours മുമ്പ്, അറ്റ്ലീസ്റ്റ് 1 hour 2 hours മുമ്പ്, അതായത് വയറ് എംപ്റ്റി ആയിട്ട് വേണം കിടക്കാൻ. അതായത് സ്റ്റൊമക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും സ്റ്റൊമക്ക് എംപ്റ്റി ആകും, മോഡറേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അതിൻ്റെ അബ്സോർപ്ഷൻ എന്തായാലും നടക്കണം. അപ്പോൾ നമ്മൾ ഹെവി ഫുഡുമായിട്ടും അതും കഴിഞ്ഞിട്ട് കുറേ മരുന്നും കഴിച്ച് വെച്ചിട്ട് പോയി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം കിട്ടിയാലാണ് അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ശരിക്കും നല്ലൊരു ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് അത്ഭുതപ്പെടണം. അത് കിട്ടാതെ വരുമ്പോൾ പലരും അതിനുള്ള നമ്മളെ ബ്രെയിനിനെ അങ്ങ് ഷട്ട് ഓഫ് ചെയ്യുന്ന തരം മരുന്നുകളാണ് ഹിപ്നോട്ടിക്സ് അല്ലെങ്കിൽ ഉറക്ക ഗുളിക എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ ലെവലിൽ വർക്ക് ചെയ്ത് നമ്മളതിനെ അങ്ങ് ഷട്ട് ഓഫ് ചെയ്യുക, അതിനെ അങ്ങ് ഉറക്കിക്കിടത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റും എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കും. ഈ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന മരുന്നുകളുടെ എല്ലാം പ്രത്യേകത, ആൻറ്റിസൈക്കോട്ടിക് മെഡിസിൻസ് ആണെങ്കിലും ഈ ഉറക്കത്തിൻ്റെ മരുന്നുകളാണെങ്കിലും ഇതെല്ലാം ഇതായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഉറക്ക മരുന്നുകൾ തന്നെയാണ് പലപ്പോഴും സൈക്യാട്രിക് ഡിസീസിനായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇതെല്ലാം നമ്മൾ അതിനോടുള്ള ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ആൽക്കഹോളിനോടുള്ള അതിനോടുള്ള ആസക്തി ഉണ്ടാക്കും. പിന്നെ അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടാതാകും. അതില്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ്. അപ്പം നമ്മൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഉറങ്ങാൻ പറ്റണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഫുഡും കഴിച്ച് കറക്റ്റായിട്ട് എക്സസൈസും ചെയ്താൽ ഇതൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. എക്സസൈസും ചെയ്യുകയില്ല, ഫുഡും കറക്റ്റായിട്ട് നോക്കില്ല, അത് കഴിഞ്ഞ് കുറേ മരുന്നും കഴിച്ച് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം കിട്ടിയാൽ നമ്മൾ അത്ഭുതപ്പെടുക എന്നുള്ളതാണ് വേണ്ടത്. ഇങ്ങനെ പല ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ശ്രമിച്ച് നോക്കിയിട്ട് എന്നിട്ട് അതിലുള്ള ബുദ്ധിമുട്ട് കാരണം വരുന്നവർക്ക് ഈ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എന്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുക? ജീവിതശൈലി ക്രമീകരണത്തിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ന്യൂട്രീഷൻ എത്തിക്കുക, ടോക്സിൻസിൻ്റെ അളവ് കുറയ്ക്കുക, നമ്മുടെ ബോഡിയുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ ബോഡിയിലേക്ക് ചെല്ലുന്ന ടോക്സിനുകളുടെ ഇത് കുറയ്ക്കുക. ഇങ്ങനെ 4 പോയിന്റ്സാണ് അതിനകത്ത് നോക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ കാണുന്ന പേഷ്യൻസ് ഒരാളും ഫാറ്റി ലിവർ ഗ്രേഡ് 1 വരാറില്ല. പിന്നെ ഒബേസിറ്റിക്ക് ട്രീറ്റ്മെൻറ്റിന് വരുന്നതിൻ്റെ കൂടെ ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആയിട്ട്
ഫാറ്റി ലിവർ വരാൻ. അതായത് വണ്ണം കൂടിപ്പോയി ഓവർ വെയിറ്റ് ആണ്, കുറയ്ക്കണമെന്നുള്ളവരുടെ ചിലപ്പോൾ അവർക്ക് വേറെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരിക്കും. അവർക്ക് ആകെ ഒരു സ്കാനിങ് നോക്കുമ്പോൾ ഒരു ഫാറ്റി ലിവറും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഫാറ്റി ലിവർ ഗ്രേഡ് 1 അല്ല ക്ലിനിക്കൽ സപ്പോർട്ട് എടുത്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അവരുടെ 100 കിലോ ഉണ്ടാവും, അതിനകത്തുനിന്ന് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതായിരിക്കും. അപ്പം ബാക്കിയുള്ള സാധാരണ വരുന്ന പേഷ്യൻസ് എല്ലാം യൂഷ്വലി ഇപ്പം ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ പേഷ്യൻ്റ്, അല്ലെങ്കിൽ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ പേഷ്യൻ്റ് ആയിരിക്കും. ഇപ്പം ബൈപ്പാസോ അല്ലെ ആൻജിയോഗ്രാം ചെയ്ത് സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തു സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല, ആൻജിയോഗ്രാം ചെയ്താൽ അപ്പം തന്നെ സ്റ്റെൻറ്റ് ഇടുമല്ലോ, സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കുക, ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു ഓവർ വെയിറ്റ് കാരണം. പലരും ഓവർ വെയിറ്റുകാർ വരുന്നത് മുട്ടിന് ആർത്രൈറ്റിസ് വന്നിട്ട് മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറയുമ്പോഴായിരിക്കും പലപ്പോഴും വരുന്നത്. അപ്പം അതിൻ്റെ കൂടെയും കാണും നമ്മളൊരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആയിട്ട് ചിലപ്പോൾ ഫാറ്റി ലിവർ, പ്രായമായവരും കൂടെ ആകുമ്പം ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഒന്നും ആയിരിക്കില്ല, പലർക്കും ഗ്രേഡ് 4, 2, 3 ഒക്കെ ഉണ്ടാവും. ഓർ ഫൈബ്രോസിസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രേഡ് 4 ഫൈബ്രോസിസിലേക്ക് എത്തിയിട്ടുള്ളവരായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ എടുക്കുമ്പോൾ നമ്മൾ ബോഡിയുടെ എല്ലാ നമ്മൾ വേണ്ട അത്യാവശ്യമുള്ള ഓർഗൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ആണല്ലോ. അപ്പോൾ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും വന്നത് ഈ ഫാറ്റി ലിവറുമായിട്ട് വെരി കണക്റ്റഡ് ആണ്. അപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും, അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് മിക്കവാറും ഫാറ്റ് എക്സസ് ബോഡിയിൽ അടിയുകയും രക്തക്കുഴലിൽ അടിയുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പ്രോബ്ലം കൂടെ ഉണ്ടാകും. അപ്പോൾ യൂഷ്വലി ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്നറിയാൻ നമ്മൾ ഇൻസുലിനും സി പെപ്റ്റൈഡും ഒക്കെ നോക്കും. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയബറ്റീസിൻ്റെ മരുന്ന് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താം. അതാണ് ഒരു പ്രത്യേകത. അത് നിർത്താതെ നമുക്ക് ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ എടുക്കാനും പറ്റില്ല. കാരണം നമ്മൾ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിന് കാലറി കണ്ടന്റ് കുറയ്ക്കുകയാണ്, ലോ കാർബ് ഡയറ്റാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇൻസുലിനോ ഡയബറ്റിക് മെഡിസിനോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ വന്ന് റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ഡയബറ്റീസിൻ്റെ മരുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലിരുന്ന് 4 നേരം ഷുഗർ നോക്കുക. ഇപ്പം പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ഷുഗർ മോണിറ്റർ ചെയ്യാവുന്നത്. അപ്പോൾ പലരും കുറച്ചുകൂടെ അഫ്ലുവൻ്റ് ആയിട്ടുള്ളവർ ഈ 24 hour മോണിറ്ററിങ് വെച്ച് അപ്പോൾ എപ്പോഴും കുത്തണ്ട. അപ്പോൾ അത് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വീക്സിലേക്ക് അത് ഇതായിരിക്കും. അപ്പം മിക്കവാറും 2 വീക്സ് കൊണ്ട് ഷുഗർ എല്ലാം ടോട്ടലി കൺട്രോൾഡ് ആയിട്ട് മിക്കവാറും അങ്ങനെ നോക്കുന്നവർ മനസ്സിലാക്കി ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ യൂഷ്വലി പലരും ഒരു 24 hourനുള്ളിൽ ഷുഗർ നോർമലായിട്ടുണ്ടാകും മരുന്നില്ലാതെ. അതുപോലെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ ഒരു 2-3 ഡേയ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ 3-4 മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ കുറച്ചുകൊണ്ട് വരാൻ തുടങ്ങാൻ പറ്റും. ഇതിൻ്റെ മന്ത് നമ്മൾ മിക്കവാറും എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റുന്നതാണ് കാണുന്നത്. ഈ യൂഷ്വലി മെറ്റബോളിക് സിൻഡ്രോമിനകത്ത് വരുന്നത്. പിന്നെ അല്ലാത്ത ഇങ്ങനെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ, അതുപോലെ സൈക്കാട്രിക് ഡിസീസ് നമ്മൾ ഏറ്റവും മരുന്ന് കുറച്ചുകൊണ്ട് വരാനായിട്ട് കാലം കൂടുതൽ എടുക്കുന്ന സൈക്കാട്രിക് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ എടുക്കുന്നവർക്കാണ്. മെറ്റബോളിക് ആണെങ്കിൽ ഫാസ്റ്റായിട്ട് തീരും. പിന്നെ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുത്തെന്നിരിക്കാം. അത് ഓരോരുത്തരുടെയും ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. പിന്നെ നെക്സ്റ്റ് ഈ സൈക്കാട്രിക് ഡിസീസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കും. കാരണം പലരുടെയും ചിലപ്പോൾ 1-2 മാസത്തിനുള്ളിൽ തീർന്നെന്നിരിക്കും. പക്ഷെ ലോങ് ടൈം എടുത്തുകൊണ്ടിരിക്കുന്ന 5-6 മരുന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ കൊണ്ടുപോകും. അപ്പം ഈ സൈക്കാട്രിക് ഡിസീസ് ഉള്ളവർക്കും വളരെ കോമൺ ആണ് ഈ ഫാറ്റി ലിവർ ഇത് വരുന്നത്. അപ്പം ഈ മരുന്നിൽ നിന്ന് മാറാതെ നമ്മൾ ലിവറിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മരുന്നിൽ നിന്ന് മാറണമെങ്കിൽ അപ്പം അതിനൊപ്പം തന്നെ നമ്മുടെ അസുഖത്തിൽ നിന്നും കൂടെ മാറുവാണ്. മരുന്നും നമ്മുടെ അസുഖവും ലിവറിനെ ഡാമേജ് ചെയ്യും, അതുപോലെ മരുന്നും ലിവറിനെ ഡാമേജ് ചെയ്യും. ഇതിൽ നിന്ന് രണ്ടിലും കൂടെ ഉള്ള ഒരു മോചനം കിട്ടിയാൽ നമുക്ക് ലിവറിനെ റീഗ്രോ ചെയ്ത് അതിൻ്റെ ഫുൾ ഫങ്ഷൻ ഫുള്ളില്ലെങ്കിലും ഇപ്പം ഫൈബ്രോസിസ് ഒക്കെ നമ്മൾ എല്ലാ ഫൈബ്രസ് ടിഷ്യൂ മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ ഹെപ്പറ്റോസൈറ്റ്സും നമ്മുടെ ഫങ്ഷനിങ് സെൽസിനെ റീഗ്രോ ചെയ്ത് ഒരു ബെറ്റർ ഹെൽത്തിലേക്കും നമ്മളൊരു റീസണബിൾ ഹെൽത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ശരിക്കും ഈ ലിവർ ഡിസീസ് ഉള്ള ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ ആണെങ്കിലും അത് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സിംറ്റം എന്ന് പറയുന്നത് ക്ഷീണമാണ്. അപ്പം ഈ ക്ഷീണം ഓവർകം ചെയ്യാനായിട്ട് എന്താണ് ഈ പേഷ്യൻസിന് ചെയ്യാൻ സാധിക്കുക? ക്ഷീണം വന്നിരിക്കുന്നത് ലിവറിന് നമുക്ക് വേണ്ട എനർജിക്ക് വേണ്ട സാധനങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻറ്റിന് പലപ്പോഴും പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ടാവും.
അപ്പം അതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ പലപ്പോഴും ജനറലി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു LFT RFT ചെയ്ത് അത്രയൊക്കെ സാധാരണ ചെയ്യാറുള്ളൂ. ഈവൻ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പം ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചും കൂടെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ബോഡിയെക്കുറിച്ച് ഒരറിവില്ലാതെ നമുക്ക് ഒരു ക്ലിനിക്കൽ സപ്പോർട്ടിന് വെറുതെ ചെയ്യുന്നത് പിന്നെ അവനവൻ ചെയ്യുന്നതിന് തുല്യമാകുവാണല്ലോ ചെയ്യുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ട് പ്രോപ്പർലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ പലപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആകും. അതൊക്കെയാണ് പലപ്പോഴും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എല്ലാവരും ഒരു ചിന്ത ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലേ, അതിനെന്തിനാ ഒരു കോസ്റ്റ് വരേണ്ട കാര്യം, എന്തിനാ ഇത്രയും ടെസ്റ്റൊക്കെ ചെയ്യുന്നതെന്ന്. നമ്മൾ ടെസ്റ്റുകളുടെ ബേസിൽ അത് നമ്മൾ അറിഞ്ഞു വേണം നമ്മുടെ ബോഡിയെ മനസ്സിലാക്കി നമ്മുടെ ജീവിതശൈലി മനസ്സിലാക്കി ഓരോ വ്യക്തിയുടെ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നല്ല റിസൾട്ടാണ്. പക്ഷെ അത് കിട്ടുന്നത് നമ്മൾ വെറുതെ നമുക്ക് ചുമ്മാ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ബിഹൈൻഡ് നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് ആ പേഴ്സണെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കി ആ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന അപാകതകൾ കറക്റ്റ് ചെയ്യണം. അപ്പം അതിന് കുറച്ച് എഫേർട്ട് നമുക്ക് വേണം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ബേസിക് നോളജ് നമുക്കറിയാവുന്ന നോളജിൽ അത് പ്രാക്ടിക്കലായിട്ട് രോഗിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു എഫേർട്ട് ഡോക്ടറുടെയും അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ പേഷ്യൻ്റ് അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഇൻ്റലിജൻസ് ഉണ്ടാവണം. അതുപോലെ ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ടാകണം. കാരണം ജീവിതശൈലി കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പലപ്പോഴും ഫാമിലിയിലുള്ളവർ ഇതിന് എഗെയിൻസ്റ്റ് നിൽക്കും. അതാണ് ഞാൻ എപ്പോഴും കാണുന്നൊരു പ്രോബ്ലം. പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല. അതിപ്പോൾ പേഷ്യൻ്റ് മനസ്സിലാക്കി എടുത്തു, പേഷ്യൻറ്റിന് കറക്ഷൻ വേണം. പക്ഷേ ഫാമിലിയിലുള്ളവർക്കും കൂടി ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജീവിതശൈലി കറക്ഷനെ പറ്റി പറയുമ്പോൾ ഈ ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർ പൊതുവെ അവർക്ക് ഭയങ്കര ഈ പറഞ്ഞ ടയർഡ്നെസ് കാരണം അവർക്ക് ഈ ഭക്ഷണത്തോടൊരു വലിയൊരു ആർത്തി പോലെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഫുഡ് മാനേജ്മെന്റ് ഇവർക്ക് സാധ്യമാവുക? ഇവർക്ക് നമ്മളെല്ലാവരും ക്ഷീണം വരുമ്പോൾ നമ്മൾ കരുതും നമുക്ക് ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാകും. അതുകൊണ്ട് നമ്മൾ കൂടുതലെടുത്ത് കഴിക്കും. അങ്ങനെയാണ് പലരും ഓവർ വെയ്റ്റിലേക്ക് പോകുന്നത്. അപ്പം അവർക്ക് ക്ഷീണമുണ്ട്. അപ്പം ക്ഷീണം മാറാനായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കും. അപ്പം ശരിക്കും ആ ഭക്ഷണത്തിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ബോഡിക്ക് പറ്റുന്നില്ല. ഇപ്പം നമുക്ക് ഒരു വൈറ്റമിൻ്റെ കുറവ്, നമ്മൾ പല വൈറ്റമിൻസും വേണം. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 14 വൈറ്റമിൻസ് വേണം. ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് 14 വൈറ്റമിൻസും പ്രോട്ടീൻ മിനറൽസും വേണം. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ജങ്ക് ഫുഡ് പോലെയുള്ള ഇപ്പോൾ ചോറിലൊന്നും നമ്മൾ ഈ അല്ലെങ്കിൽ ബ്രെഡോ മൈദ ഇതൊക്കെ വെച്ചുള്ള സാധനങ്ങൾ ബ്രെഡിലും ഒന്നും കാര്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ എവിടെ നിന്ന് കിട്ടും? ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് B1 B2 B6 എല്ലാം ഉണ്ടെങ്കിലേ അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർ പ്രോസസ്സിങ് അതുപോലെ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യണം. അതിനെ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഫാറ്റായിട്ടിനെ മാറ്റാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിങ് എല്ലാം ചെയ്യണം. അപ്പം അതിനെല്ലാം വൈറ്റമിൻസും മിനറൽസും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ക്ഷീണം വരും. അപ്പം ലിവറിൻ്റെ പ്രോബ്ലം കൊണ്ട് വരും. ലിവറിന് ന്യൂട്രീഷൻ കിട്ടാത്തത് കൊണ്ട് ക്ഷീണം വരും. ഇപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കി എടുത്ത് അത് കറക്റ്റായിട്ട് സപ്ലിമെൻറ്റ് കുറച്ചുള്ളതാണെങ്കിൽ അത് കൊടുത്ത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വൈറ്റമിൻസ് ആണെങ്കിലും ഓവറായിട്ട് നിന്നാൽ ബോഡിക്ക് ദോഷമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു വൈറ്റമിൻ എ ഒക്കെ ടൂ മച്ച് ആയി കഴിഞ്ഞാൽ ടോക്സിക്കാണ്. ലിവർ ടോക്സിസിറ്റി തന്നെ വരാം. അപ്പം അതും കൂടെ മനസ്സിലാക്കി എല്ലാം ആവശ്യത്തിനേ ആകാവുള്ളൂ. ആവശ്യത്തിൽ കൂടുതലായാൽ അതും ടോക്സിനാകും. ന്യൂട്രീഷൻ ആണെങ്കിൽ പോലും വൈറ്റമിൻസ് ആണെങ്കിൽ പോലും ആവശ്യം കൂടുതൽ വന്നാൽ അതും ടോക്സിക്കാണ്. അതോടുകൂടി നമ്മളുടെ ഈ സെക്കൻഡ് എപ്പിസോഡ് തീരുകയായി. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ലിവർ ഡിസീസും അതുപോലെ തന്നെ ഫാറ്റി ലിവറിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസും അതുപോലെ അതിൻ്റെ കൂടെ സാധാരണ കാണുന്ന മറ്റ് അസുഖങ്ങളും പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഈ പല അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ച് നമുക്ക് നടത്താൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയായിരിക്കും. നന്ദി, നമസ്കാരം. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക.